ഞാനും ക്രിസ്റ്റീനും കൂടി പോകുന്നത് വേറെ എവിടേക്കും അല്ല, ഒരു കേക്ക് മേടിക്കാനാണ്. ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പോയി നമുക്കന്ന് കേക്ക് മേടിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് മേടിക്കാനായിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് വേറെ കേക്ക് ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആ കേക്ക് കിട്ടിയത്. അത്രയും നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ബോറടിച്ചപ്പോൾ നമ്മൾ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്കും മേടിച്ച് നേരെ ഹോസ്റ്റലിലേക്ക്. അവളറിയാതെ ഡെക്കറേറ്റ് ചെയ്യുക, അതാണ് അടുത്ത ടാസ്ക്. അവളെ മാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാണ് റൂമിൽ നിന്ന് വിളിച്ചത്. ആളൊന്നും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് ആൾ നന്നായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് 2 days ആയിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ട് ചെയ്യില്ല എന്ന് മേ ബി ആൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കണം. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചുള്ള അവളുടെ ലാസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. കാരണം ഹോസ്റ്റൽ ലൈഫ് ഇനി 2-3 മാസം കൂടിയുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാവരും പലയിടത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അവൾ ബർത്ത്ഡേ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബർത്ത്ഡേ ഗേളിന് ഒരു റോളും ഇല്ല. നമ്മൾ ബാക്കി ഇനി കേക്കിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും പോസ് ചെയ്യാനൊക്കെ മടിയായിരുന്നു. പക്ഷേ ഞാൻ അവരെ വെറുതെ ഇടും. ഞാൻ മാക്സിമം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരാൾ എല്ലാവർക്കുള്ള കേക്ക് ആയോ എന്നൊക്കെ എണ്ണി നോക്കലായിരുന്നു. പിന്നെ നമുക്കുള്ള പേസ് കിട്ടി. അപ്പോൾ പിന്നെ നമ്മൾ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും.